ശ്രീ രാംകുമാർ സാറ് കൺക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യത്തിന് കൂടി എനിക്കൊരു ക്ലാരിറ്റി എനിക്കൊന്ന് അറിയാൻ വേണ്ടി ഒരു 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 ഒറ്റ കാര്യം കൂടി എനിക്കൊരു ഇടപെടാനൊരു സമയം ഒരു ചെറിയ സെക്കൻഡ്. അതായത് 30/9/2025 നിയമസഭാ രേഖ പ്രകാരം താങ്കൾ പറഞ്ഞ ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പറയുന്ന ഈ അതിദരിദ്രരെ തീരുമാനിക്കുന്ന കാര്യങ്ങളിൽ ഇരുന്ന മന്ത്രിസഭയിലെ ഉൾപ്പെടെയുള്ള ഒരാളാണ് ശ്രീ GR അനിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ GR അനിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് 5,91,194 അതിദരിദ്രർ, ആ വാക്ക് താങ്കൾ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ദരിദ്രരല്ല അതിദരിദ്രർ ഉണ്ട് എന്ന് നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞ ഒരു മിനിറ്റ് താങ്കൾ ക്ലാരിറ്റി കൊടുക്കുമ്പോൾ ശ്രീ രാംകുമാർ സാർ അതും കൂടി ചേർത്ത അതിദരിദ്രർ, ഞാൻ വീണ്ടും പറയുന്നു അതിദരിദ്രർ എന്ന വാക്ക് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അതിദരിദ്രരിൽ വേറെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അങ്ങനെയല്ല, വേറെ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ നിങ്ങൾ പുതുതായിട്ട് ഈ അതിദരിദ്രത്തിൽ വേറെ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ. ഇനി ഒരു കാര്യം കൂടി അദ്ദേഹം പറയുകയാണ് 2.0 ഉണ്ടാവും, 3.0 ഉണ്ടാവും, ഇനി അതിനപ്പുറം ഓകൾ ഉണ്ടാവാം എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം നാളെ നടത്താൻ സാധിക്കുക? വളരെ നല്ല രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചത്. ഒന്ന്, ഈ ശ്രീ മന്ത്രി GR അനിൽ മറുപടിയിൽ പറഞ്ഞ ആ കുടുംബങ്ങൾ ഏതൊക്കെയെന്ന് ഞാൻ ആ മറുപടി കണ്ടിട്ടില്ല. എങ്കിലും അദ്ദേഹം ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ആയതുകൊണ്ട് ഞാൻ അനുമാനിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക അന്ത്യോദയ അന്ന യോജന വഴി മഞ്ഞ കാർഡുള്ള കുടുംബങ്ങളുടെ എണ്ണമായിരിക്കാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യത. അത് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള ഒരു നിർവചനമാണ്. അത് ആ ഒരു സ്കീമിന് വേണ്ടിയിട്ട് നമ്മൾ അതിദരിദ്രർ എന്ന് പറയുന്ന ആ അതിദരിദ്രരല്ല അവിടത്തെ അതിദരിദ്രർ. അത് മറ്റൊരു മെത്തഡോളജി വഴി ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അതിന്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ കോടിക്കണക്കിന് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷ്യധാന്യം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ അത്രമാത്രം അതിദരിദ്രരുണ്ടെന്ന് താങ്കൾ സമ്മതിക്കുമോ? ഇല്ലല്ലോ. അപ്പോ ആ നിർവചനമല്ല നമ്മൾ കേരളത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിർവചനം ഞാൻ പറഞ്ഞു, ദാരിദ്ര്യത്തിന്റെ അതിതീവ്ര സ്വഭാവം എന്നുള്ള കൃത്യമായിട്ടുള്ള സംഗതി ഞാൻ പറഞ്ഞു. അതിനെ മറ്റേതുമായിട്ട് കൂട്ടിക്കൊഴിക്കരുത്. അതായത് ഈ മദർ തെരേസ ആദ്യഘട്ടങ്ങളിൽ കൽക്കട്ടയുടെ തെരുവീതികളിൽ കുഷ്ഠരോഗികളെ മോചിപ്പിക്കാനായി ഇറങ്ങുന്ന ഘട്ടത്തിൽ അവരും നേരിട്ട ഒരു വിമർശനമാണ്, ഈ കൽക്കട്ടയിലെ മുഴുവൻ കുഷ്ഠരോഗികളെയും തീർക്കാനാകുമോ? അവരുടെ സ്വന്തം നാട്ടിലെ കുഷ്ഠരോഗികളെ തീർത്തിട്ടാണോ ഇങ്ങോട്ടേക്ക് എത്തുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. അതൊക്കെ എത്ര അപ്രസക്തമാണെന്ന് ആധുനിക കാലത്തിരുന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും. രണ്ടാമത്തെ ചോദ്യം, ഈ 2.0 3.0 ഉണ്ടാവും ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് തെറ്റായിട്ടുള്ള ഒരു വാദമല്ലേ എല്ലാ അതിദരിദ്രയും നിർമ്മാർജ്ജനം എന്ന് പറയുന്നത്? അല്ല. 2.0 പോകുമ്പോൾ നമ്മൾ അതിദരിദ്രർ എന്ന പദത്തിന്റെ നിർവചനത്തെ വിപുലപ്പെടുത്തും, കുറച്ചുകൂടി വലുതാക്കും. അതായത് കുറച്ചുകൂടി വിപുലമായ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരുടെയും അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അത് കഴിഞ്ഞ് 3.0 പോകുന്ന ഘട്ടം വരുമ്പോൾ പിന്നീട് മൂന്നാമതൊരു തവണ കൂടി നമ്മൾ അതിനെ വിപുലീകരിക്കും, കുറച്ചുകൂടി ആൾക്കാരെ കൊണ്ടുവരും. അങ്ങനെ തുടർ പ്രക്രിയയായി സമൂഹത്തിൽ ദാരിദ്ര്യത്തെ കേവലമായി മാത്രമല്ല നിർവചിക്കാൻ കഴിയേണ്ടത്, ആപേക്ഷികമായി കൂടി നിർവചിക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ സമൂഹത്തിൽ അസമത്വം, മുതലാളിത്ത സമൂഹത്തിൽ അസമത്വം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഈ അതിദരിദ്രരെ കണ്ടെത്തുകയും അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യേണ്ടത് ഒരു തുടർ പ്രക്രിയയായി തുടരും. അത് കേരളത്തിൽ തുടരും എന്നത് മാത്രമാണ് ഈ 2.0 3.0 കൊണ്ട് അർത്ഥമാക്കുന്നത്. 1.0 ഒരു ഡെഫിനിഷൻ ഉണ്ടായിരുന്നു, ഒരു നിർവചനം ഉണ്ടായിരുന്നു. അതനുസരിച്ച് എല്ലാവരെയും ആ അവസ്ഥയിൽ നിന്ന് അതിദാരിദ്ര്യം എന്ന് നമ്മൾ നിർവചിച്ച ആ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞു. ഇനി മറ്റൊരു നിർവചനം വരും, അതിൽ പുതിയ ആൾക്കാർ വരും. എന്താ പ്രശ്നം? അതെ, ഇത് ഈ ഒരു പ്രക്രിയ അവസാനിക്കുന്നതല്ല. നമ്മുടെ ചാലകശക്തമായ ഒരു മുന്നോട്ടുള്ള പോക്ക് പോകുന്നതനുസരിച്ച് വരുന്ന എല്ലാവിധത്തിലുള്ള മാലിന്യങ്ങളെയും വിമലീകരിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു പ്രക്രിയയാണ്. അതിൻ്റെ ഒരു പടവ് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതാണ് അവരും പറയുന്നത്, സർക്കാരും പറയുന്നത്. അതാണ് ശാസ്ത്രീയമായി ഡോക്ടർ രാംകുമാർ വിശദീകരിച്ചത്. ഇതൊക്കെ കാണാൻ BJP കോൺഗ്രസ് കണ്ണു തുറക്കണം, മാത്രമല്ല ഹൃദയം തുറക്കണം.